all, welcome back to Once. നമ്മൾ എ പിയുടെ മാത്സ് സെഷൻസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ എന്താണ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ്, വാട്ട് ഈസ് ഇൻവേഴ്സ്, ഹൗ ടു ഫൈൻഡ് ഇറ്റ്, ഇനി ഇൻവേഴ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന യൂഷ്വൽ പ്രോബ്ലംസ്, ദെൻ വി ഹാവ് ടു ഡിസ്കസ് ഹൗ ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിറ്റർമിനൻറ്റ്. വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ്? നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഡിറ്റർമിനൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് എപ്പോഴും നമുക്കൊരു എന്താ പറയുക, സ്ക്വയർ മെട്രിക്സിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഫോർ n = 2 d = ഡിറ്റർമിനൻറ്റ് ഓഫ് എ. നമുക്ക് ഡിറ്റർമിനൻറ്റ് നമുക്കിങ്ങനെ സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അത് രണ്ട് ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് ചില സമയത്ത് ഡെൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഡിറ്റർമിനൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു n = 2 ഓർഡറുള്ള, അതായത് നമ്മൾ മെട്രിക്സിൻ്റെ കേസിൽ 2/2 എന്ന് പറയത്തില്ല, അതായത് സ്ക്വയർ മെട്രിക്സുകൾക്കാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ n = 2 മീൻസ് അതിൻ്റെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ഓർഡർ ആയിരിക്കും. അപ്പോൾ 2/2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ ആദ്യം നോക്കാം. ദെൻ നമുക്ക് 3/3 മെട്രിക്സിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർ n = 2 d = ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു മെട്രിക്സ് a11, a12, a21, a22. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫസ്റ്റ്, അതായത് a11 × a22 മൈനസ് a21 × a12, ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ് എ. അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർഡർ n ഓർഡറുള്ള ഒരു മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു ഇങ്ങനെ, അതായത് a11, a12 എക്സെട്ര അപ് ടു a11, അങ്ങനെ n/n ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ്. ഇതൊരു 3/3 മെട്രിക്സ്. 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് യൂഷ്വലി മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ a11, a12, a13 അപ് ടു a33 വരെ അതിലെ എലമെൻറ്റ്സ് നമ്മൾ ഫിൽ ചെയ്തു. ഇതിലെങ്ങനെ നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ = നമുക്ക് ഏതെങ്കിലും ഒരു റോ എടുക്കാം. ദെൻ ആ റോ എടുത്ത് കഴിഞ്ഞിട്ട് ദെൻ ആ റോ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് റോ എടുത്തു. ഫസ്റ്റ് റോയിലകത്തെ എലമെൻറ്റ് a11 ആണ് അല്ലേ, ആദ്യത്തെ എലമെൻറ്റ് a11. ആ റോയും ആ കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള മെട്രിക്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ a11 × പിന്നെ വരുന്ന മെട്രിക്സ് ഏതാ, a22, a23, a32, a33. അതായത് ആ എലമെൻറ്റ് ബിലോങ് ചെയ്യുന്ന റോ ആൻഡ് കോളം യു ഷുഡ് ഹാവ് ടു ഡിലീറ്റ് ഇറ്റ് ഫസ്റ്റ്. എന്നിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ് കിട്ടും, ഒരു 2/2 ഡിറ്റർമിനൻറ്റ് കിട്ടും. ആ 2/2 ഡിറ്റർമിനൻറ്റ് അവിടെ എഴുതുക. ദെൻ മൈനസ് ഓഫ് a12, രണ്ടാമത്തെ എലമെൻറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൊടുക്കുക. a12 × ഇനി ആ എലമെൻറ്റ് ബിലോങ് ചെയ്യുന്ന റോയും കോളം, ഈ എലമെൻ്റ് കോളം ഇത്, ഈ എലമെൻ്റ് റോ ഇത്, അത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള വരുന്ന ഒരു 2/2 ഡിറ്റർമിനൻ്റ് ഉണ്ടല്ലോ, ഏതാണത്, a21, a23, a31, a33, അത് എഴുതുക. ഓക്കെ, പ്ലസ് ഇങ്ങനെ എഴുതുന്ന ശരിക്കും നമ്മൾ മൈനേഴ്സ് എന്ന് പറയും. ഈ ഓരോ എലമെൻ്റ് റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന റിമൈനിങ് വരുന്ന ഡിറ്റർമിനൻ്റ് നമ്മൾ മൈനറുകൾ എന്നാണ് വിളിക്കുന്നത്. പ്ലസ് മൂന്നാമത്തെ എലമെൻ്റ് ഏതാ, a13 അല്ലേ. അപ്പോൾ a13ൽ വരുന്ന ആ റോയും ആ കോളവും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൈനേഴ്സ് ഏതാണ്, a21, a22, a31, a32, അതും എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഒരു 2/2 ഡിറ്റർമിനൻറ്റ് വന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പം a11 × ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, a22, a33 മൈനസ് a32, a23. അടുത്ത മൈനസ് a12 × a21, a33, a31, a23. സിമിലർലി പ്ലസ് a13 × a21, a32 മൈനസ് a31, a32. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒരു 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് റോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എനി റോ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ആ റോയിലെ എലമെൻറ്റ്സ് എടുക്കുമ്പം ആൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ഇട്ട് പോവുക. ദെൻ ആ എലമെൻറ്റിനെ ബിലോങ് ചെയ്യുന്ന റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്തിട്ടുള്ള മൈനസ് എടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ മൈനേഴ്സ് എന്താണെന്ന് ഇപ്പം നമ്മൾ ആ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മൈനർ എന്താണെന്നൊന്ന് ജസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം.
The minor of an element in a determinant is the determinant obtained by deleting the row and column intersecting that element. നമ്മളൊരു എലമെന്റ് എടുക്കുമ്പോൾ ആ എലമെന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ഇപ്പം A1 എന്ന് പറയുന്നൊരു എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഡിലീറ്റ് ദിസ് റോ ആൻഡ് ദിസ് കോളം. റിമൈനിങ് ഏതാണ്? ഇതായിരിക്കും നമ്മുടെ. അത് റിമൈനിങ് ആയിട്ട് വരുന്ന ഏതാ? B2, B3, C2, C3. ഓക്കെ അല്ലേ? അടുത്തത് കോഫാക്ടർ. കോഫാക്ടർ എന്താണെന്ന് നോക്കാം. അപ്പം മൈനസ് ഇപ്പോൾ A2 ആണെങ്കിലും സിമിലർലി നമുക്ക് A2 എന്ത് ചെയ്യാം? A2 ബിലോങ് ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യാം. റിമൈനിങ് വരുന്ന B1, B3, C1, C3. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിരിക്കും എന്താ? മൈനർ ഓഫ് എലമെൻറ്റ് B1 എന്ന് പറയുന്നത്. സോറി A2 എന്ന് പറയുന്നത്, മൈനർ ഓഫ് A2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോഫാക്ടർ എന്താണെന്ന് നോക്കാം. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഈസ് ദ മൈനർ വിത്ത് പ്രോപ്പർ സൈൻ. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി മൈനർ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ആ മൈനറിന് ഒരു പ്രോപ്പർ സൈനും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും കോഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ A2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. A2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? A2ൻ്റെ മൈനർ ഏതാണ് കണ്ടുപിടിക്കണം. A2ൻ്റെ മൈനർ എന്ന് പറയുന്നത് ഈ റോയും ഈ കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈനർ ഓഫ് A2. മൈനർ ഓഫ് A2 എന്ന് പറഞ്ഞാൽ ഇത് വരും B1, B3, C1, C3. അപ്പം എന്ത് കിട്ടും? B1, C3 മൈനസ് B3, C1 അല്ലേ? ഇനി കോഫാക്ടർ റിമൈൻ ഒരു പ്രോപ്പർ സൈനും കൂടി നമ്മൾ കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ A2 എന്ന് പറയുന്ന എലമെൻറ്റ് ശരിക്കും ഏത് റോയും കോളമാണ്? A ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ AIJ എന്ന് എഴുതുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കുമ്പം -1 റേസ് ടു I പ്ലസ് J ഇൻറ്റു മൈനർ. ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ A2ൻ്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? A2ൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ റേസ് ടു 1 + 2. 1 + 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 വരും. 3 എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇതിൻ്റെ മൈനർ നമുക്കറിയാം B1, B3, C1, C3. ഇതായിരിക്കും കോഫാക്ടർ ഓഫ് ദ എലമെൻറ്റ് A2. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഫുൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കും. കാരണം എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ എല്ലാത്തിൻ്റെയും മൈനസ് കണ്ടുപിടിക്കുക. ദെൻ യു ഹാവ് ടു പുട്ട് ദ പ്രോപ്പർ സൈൻ ബൈ യൂസിങ് ദ ഫോർമുല. AIJ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കുക? -1 റേസ് ടു I പ്ലസ് J കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇത് നമ്മളൊരു കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്തു എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആ ഓരോ എലമെൻറ്റ് A1 എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ ഞാൻ A1 എന്ന് എഴുതി, ക്യാപിറ്റൽ A1 എഴുതി. A2 എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ A2 എന്ന് എഴുതി. അങ്ങനെ അതുപോലെ B1 എന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ B1 ആണ് ഇതിൻ്റെ കോഫാക്ടർ എലമെൻ്റ് ആയിട്ട് എഴുതി. അപ്പോൾ അങ്ങനെ കോഫാക്ടേഴ്സ് എല്ലാം കൂടെ അതേ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളതിനെ കോഫാക്ടർ മെട്രിക്സ് എന്ന് വിളിക്കും. കോഫാക്ടർ മെട്രിക്സ്. ഇനി ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ രണ്ട് പ്രോപ്പർട്ടി കോഫാക്ടർ മെട്രിക്സ് വെച്ച് നമ്മൾ എഴുതുകയാണ്. AI ഇൻറ്റു ക്യാപിറ്റൽ AJ. AJ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ നമ്മുടെ കോഫാക്ടർ മെട്രിക്സിലെ ജേത്ത്. അപ്പം A2 എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പം AI AJ പ്ലസ് BI BJ. AI സ്മോൾ എയും സ്മോൾ BI സ്മോൾ C ഒക്കെ എന്താണ് നമ്മുടെ മെട്രിക്സിലെ എലമെൻറ്റ്സ്. ഈ ക്യാപിറ്റൽ AJ ക്യാപിറ്റൽ BJ ക്യാപിറ്റൽ CJ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കോഫാക്ടർ, അതിൻ്റെ കോഫാക്ടർ മെട്രിക്സിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് AI ഇൻറ്റു AJ പ്ലസ് BI ഇൻറ്റു BJ പ്ലസ് CI ഇൻറ്റു CJ ഈക്വൽ ടു എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഡിറ്റർമിനൻ്റ് തന്നെ നമുക്ക് കിട്ടും. ആൻഡ് ദ കണ്ടീഷൻ ഈസ് ഇഫ് I ഈക്വൽ ടു J ആയിരിക്കണം. ഇനി I ഈക്വൽ ടു J അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് കോഫാക്ടർ മെട്രിക്സ് എലമെൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I നോട്ട് ഈക്വൽ ടു J ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടീസ് നന്നായി, എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടോ അത് മുഴുവനും നന്നായി പഠിച്ചു വെക്കുക. നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, എ ഡിറ്റർമിനൻറ്റ് റിമൈൻസ് അൺആൾട്ടേർഡ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് റോ ഇൻറ്റു കോളം ആൻഡ് കോളംസ് ഇൻറ്റു റോ. ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോയും കോളവും നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ, അപ്പം ഞാനിപ്പോൾ ഇവിടെ A1 A2 A3 ഇങ്ങനൊരു ഡിറ്റർമിനൻ്റ് വന്നു അല്ലേ? ഈ ഡിറ്റർമിനൻറ്റിലെ റോയും കോളവും ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു.
അതായത് റോ ആയിട്ടിരുന്നതെല്ലാം ഞാൻ കോളമാക്കി എഴുതി, കോളമായിട്ടിരുന്നതെല്ലാം റോ ആയിട്ട് എഴുതി. അതായത് നമ്മൾ ട്രാൻസ്പോസ് മെട്രിക്സ് എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് മെട്രിക്സിൽ ട്രാൻസ്പോസ് എടുക്കുന്ന പോലെ ഞാൻ കംപ്ലീറ്റ് ഓർഡർ റോയും കോളവും കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയാൽ എന്ത് വരില്ല, ഡിറ്റർമിനൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. രണ്ട് മെട്രിക്സിന് ഡിറ്റർമിനന്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അടുത്തത് second property, if two parallel lines of a determinant are interchanged, the determinant retains its numerical value but changes in sign. ഇപ്പോൾ നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഗിവൺ ഡിറ്റർമിനന്റ്. ഇതിൻ്റെ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ഡിറ്റർമിനന്റിൽ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ റോ ഓർ എ കോളം. ഞാൻ ഏതെങ്കിലും ഒരു ലൈൻ ചേഞ്ച് ചെയ്തു. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എന്താ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് സെക്കൻഡ് കോളവും തേർഡ് കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത്, അതായത് ഇത് ഇങ്ങോട്ടും ആക്കി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അതായത് C2 ഇൻ്റർചേഞ്ച് ടു C3 ആക്കി, കോളം 2 ഇൻ്റർചേഞ്ച് ടു കോളം 3 ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ ടു മേക്ക് ഇറ്റ് ഈക്വൽ ടു ദ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ ഡിറ്റർമിനൻറ്റുമായിട്ട് അത് ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ചേഞ്ച് ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു -1 കൂടെ എന്താ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈഡ് ആവും. അപ്പം ഞാനിപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്ന അറിയാം, ഈ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ വീണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് C1ഉം C2 കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്തായിട്ട് മാറി, C1 C2 C3 A1 A2 A3 B1 B2 B3. അപ്പോൾ വീണ്ടും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈഡ് ആവും. അപ്പോൾ എന്തായി, പോസിറ്റീവായി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഏത് തവണ ഒരു കോളം, ഇപ്പോൾ ഇത് എക്സാമ്പിൾ കോളം, ഇൻ കേസ് നിങ്ങൾ റോ ഇതുപോലെ ഇൻ്റർചേഞ്ച് വരുമ്പോൾ ഓരോ ഇൻ്റർചേഞ്ചിങ്ങിനും ഓരോ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഡിറ്റർമിനന്റ്, തേർഡ് പ്രോപ്പർട്ടി, ഡിറ്റർമിനന്റ് വാനിഷസ് ഇഫ് ടു പാരലൽ ലൈൻസ് ആർ ഐഡന്റിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ഉണ്ട് ABC, വീണ്ടും ABC ആൻഡ് 1 2 3. ഈ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയായിരിക്കും എന്നറിയാവോ? there are 2 identical columns here അല്ലേ? അപ്പോൾ 2 കോളംസ് ഐഡന്റിക്കൽ ആയി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. Fourth property, if each element of a line be multiplied by the same factor, the whole determinant is multiplied by that factor. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കോൺസ്റ്റൻ്റ് ആയ P വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡിറ്റർമിനൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് വെച്ച് ഡിറ്റർമിനൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ മെട്രിക്സ് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ എൻറ്റയർ എലമെൻറ്റ്സിനെയും ആ കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈഡ് ആവും. പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻ്റെ കേസിൽ അത് ഏതെങ്കിലും ഒരു ലൈനുമായിട്ട് മാത്രമേ എന്താവുള്ളൂ, മൾട്ടിപ്ലൈഡ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ P വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. P വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ ഞാൻ ഈ സെക്കൻഡ് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സുമായിട്ട് ഞാൻ P വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് PA1 PA2 PA3 then B1 B2 B3 C1 C2 C3 എന്ന് എഴുതാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെട്രിക്സ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, എല്ലാ എലമെൻറ്റ്സുമായിട്ട് എന്ത് മൾട്ടിപ്ലൈഡ് ആവുമായിരുന്നു, ആ സ്കെയിലാർ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ആവുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സിനും എനിക്കിപ്പോൾ P വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, P³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എല്ലാ എലമെൻറ്റ്സിലും P വരണം എന്നുണ്ടെങ്കിൽ. അതാണ് ഡിറ്റർമിനൻറ്റ് മെട്രിക്സ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ്. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് പ്രോപ്പർട്ടി, ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ലൈൻ കൺസിസ്റ്റ് ഓഫ് M ടേംസ് then determinant can be expressed as sum of M determinants. ഇപ്പോൾ ഇതൊരു ഡിറ്റർമിനൻ്റ് ആണ്. ഇതിനകത്ത് ഒരു 3 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തേർഡ് കോളത്തിലെ എലമെൻറ്റിനെ എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 ഡിറ്റർമിനൻ്റ് ആക്കി തന്നെ എഴുതാൻ പറ്റും. ആദ്യം A1 B1 C1 A2 B2 C2 A3 B3 C3 ഒരു ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് പ്ലസ് A1 B1 D1 A2 B2 D2 A3 B3 D3 മൈനസ് A1 B1 മൈനസ് A1 B1 E1 A2 B2 E2 A3 B3 E3. നോക്കിക്കേ, 3 ഡിറ്റർമിനൻ്റുകളാക്കി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അടുത്തത് സിക്സ്ത് പ്രോപ്പർട്ടി, ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ലൈൻ ബി ആഡഡ് equimultiple of the corresponding elements of one or more parallel lines, determinant is unaffected. അതായത് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു റോയോ ഒരു എക്സാമ്പിൾ കാണിക്കാം, ABC DEF GHI ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഡിറ്റർമിനൻറ്റിലെ സെക്കൻഡ് റോനെ ഞാൻ R2 gives R2 + 2R1 എന്ന് കൊടുക്കാമെന്ന് വെച്ചോ. എന്നാൽ എന്ത് സംഭവിക്കില്ല, അത് R2 മീൻസ് ഈ സെക്കൻഡ് റോയെ
ഞാൻ ഒരു 2 മൾട്ടിപ്പിൾ ഓഫ്, അതായത് 2 ടൈംസ് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഫസ്റ്റ് റോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നാലും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ചേഞ്ച്ഡ് ആവില്ല. ആദ്യത്തെ ഡിറ്റർമിനൻറ്റ് എന്താണോ ആ വാല്യൂ തന്നെ അവിടെ റിട്ടൈൻ ചെയ്യും. ഇക്യു മൾട്ടിപ്പിൾ ഓഫ് എനി റോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളം, റോ ഓർ കോളം, ഏതെങ്കിലും ഒരു ലൈൻ, അതിൻ്റെ ഒരു ലൈനിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ലൈനിൻ്റെ ഇക്യു മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഇക്യു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആ വേറൊരു റോ അല്ലെങ്കിൽ കോളമെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂസിന് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഈ നമ്മൾ ഈ റോ ആൻഡ് കോളം ഓപ്പറേഷൻസിൽ നമ്മൾ ശരിക്കും ഈ ഡിറ്റർമിനൻ്റ് കേസ് നിങ്ങൾ റോ കോളം ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് കേസിൽ. അതുപോലെ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ ഒക്കെ നമുക്ക് ഈ റോ കോളം ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റോ കോളം ട്രാൻസ്ഫോർമേഷൻസ് ഇങ്ങനെ ഇക്വി മൾട്ടിപ്പിൾ വെച്ചിട്ട് ആഡ് ഓർ സബ്ട്രാക്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്ത് നിൽക്കും. അടുത്തത് 7th പ്രോപ്പർട്ടി. Determinant of an upper triangular or lower triangular or diagonal or scalar matrix is equal to the product of leading diagonal elements of the matrix. ഒരു അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലറോ അല്ലെങ്കിൽ ഡയഗണലോ അല്ലെങ്കിൽ സ്കെയിലാർ മെട്രിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ചുമ്മാ ഒന്നേന്നിരുന്ന് നമ്മൾ നേരത്തെ കണ്ട പ്രൊസീജിയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകണ്ട, പകരം എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് ലീഡിങ് ഡയഗണൽ എലമെൻറ്റ് എടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അല്ല ചുമ്മാ ഇരുന്നിട്ട് ഓരോ ഫസ്റ്റ് റോ എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൈനർ എടുത്ത് അങ്ങനെ ചെയ്ത് പോകണ്ട, അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മൈനർ എടുത്ത് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മെട്രിക്സ് നിങ്ങൾ കണ്ടാൽ ഇറ്റ് ക്യാൻ ബി അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ഡയഗണൽ അല്ലെങ്കിൽ സ്കെയിലാർ മെട്രിക്സ്. ഈ ഏത് കേസ് വന്നാലും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ്. അടുത്തത് 8th പ്രോപ്പർട്ടി. If A and B are square matrix of the same order, then AB, determinant of AB equal to determinant of BA equal to determinant of A into determinant of B. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഒരുപാട് പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മിക്ക എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബിനെ എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്നും എഴുതാം. പക്ഷേ ഇത് മെട്രിക്സിൻ്റെ കേസിൽ ട്രൂ അല്ല. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. മെട്രിക്സിൻ്റെ 2 പ്രോഡക്റ്റ് എ ഇൻറ്റു ബി എടുത്താൽ ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. പക്ഷേ ഡിറ്റർമിനൻ്റ് കേസിൽ എന്താണ്? എയും ബിയും സെയിം ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സുകളാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എ ആയിരിക്കും ഇൻഡിവിജ്വലി, ആൻഡ് അതിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി യു ആയിരിക്കും. അടുത്തത് 9th പ്രോപ്പർട്ടി. ഇഫ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് then determinant of A inverse equal to 1 by determinant of A. അതായത് നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് നോൺ സിംഗുലാർ മെട്രിക്സ്. നോൺ സിംഗുലാർ എ ഈക്വൽ ടു 0, ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയാലോ അത് സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. സിംഗുലാർ. ഓക്കെ, അപ്പോൾ എനിക്കൊരു എ എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ഉണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 by ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്താൽ മതി. അടുത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ഈസ് 0. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റൻ ആയിട്ട് വരാം. പെട്ടെന്ന് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇത് പഠിച്ചു വെച്ചിരുന്നാൽ. അതായത് നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അത് നമ്മൾ പഴയ സെക്ഷനിൽ, അതായത് പ്രീവിയസ് നമ്മുടെ ലീനിയർ അൾജിബ്രയിലെ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞിരുന്നു. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്തായിരുന്നു? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതെന്തായിരുന്നു? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഒരു ഓഡ് ഓർഡർ എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 1 3 5 7 അതാണ് നമ്മുടെ ഓർഡർ. അതായത് ഇപ്പോൾ 3x3 മെട്രിക്സ് അല്ലെങ്കിൽ 5x5 മെട്രിക്സ്, അങ്ങനെ ഓഡ് ഓർഡറുള്ള ഒരു മെട്രിക്സ്, അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഒരു ഓർഡർ ആണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് ചോദിച്ചാൽ എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഇത് ട്രൂ ആണോ ആ രീതിയിൽ ചോദിക്കാം. അടുത്തത് ഇഫ് എ ഈസ് എ യൂണിറ്ററി മെട്രിക്സ് ഓർ ഓർത്തോഗണൽ മെട്രിക്സ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. അതായത് ഓർത്തോഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ മീൻസ് എന്താ? ഐഡൻറ്റിക്കൽ മെട്രിക്സ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്ററി മെട്രിക്സ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും.
അപ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സിന് ഇക്വലൻ്റ് ആണ്. നമുക്കറിയാം ഒരു നമ്പറിൻ്റെ കൂടെ വേറെ നമ്പറിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത്. അതേ പ്രോപ്പർട്ടി തന്നെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും, എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് നമ്മൾ ഓർത്തോഗണൽ അല്ലെങ്കിൽ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, +or-1 ആയിരിക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഒരു യൂണിറ്ററി മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് വാല്യൂ വിൽ ബി +or-1. അടുത്തത്, ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ദെൻ k ഇൻറ്റു എയുടെ ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ ഈക്വൽ ടു k റൈസ് ടു n ഇൻറ്റു എ. കെ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും നിങ്ങൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈഡ് ആയി, കെ വെച്ച് മൾട്ടിപ്ലൈഡ് ആയി. അപ്പോൾ ആ കെ നിങ്ങൾ പുറത്തേക്ക് മാറ്റി ചെയ്താൽ എന്തായിരിക്കും, nth ഓർഡർ ആണെങ്കിൽ k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. അടുത്തത്, ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റിക്കൽ മെട്രിക്സ്. ഒരു nth ഓർഡർ ഐഡൻറ്റിക്കൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്രയായിരിക്കും, ഇറ്റ്സ് ആൾവേസ് 1. അടുത്തത്, in determinant multiplication we multiply row to row instead of row to column, which is done for matrix. നമ്മൾ മെട്രിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ രണ്ട് മെട്രിക്സ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ റോയും കോളവും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഒരു ഫസ്റ്റ് റോ എടുക്കുന്നു, ദെൻ അപ്പുറത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുന്നു, അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഡിറ്റർമിനൻ്റ് കേസിൽ റോ ടു റോ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. അടുത്തത്, അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ് എന്താ നോക്കാം. അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പം ട്രാൻസ്പോസ്ഡ് മെട്രിക്സ് ഓഫ് ദ കോഫാക്ടേഴ്സ് ഓഫ് എ. അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൈനർ നിങ്ങൾക്ക് എടുക്കറിയാം, മൈനർ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, കോഫാക്ടർ എടുക്കാൻ അറിയാം. കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് എഴുതാൻ അറിയാം. ഇനി കോഫാക്ടർ മെട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് എടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജോയിൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സിന്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ അഡ്ജോയിൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത്, ഇൻവേഴ്സ് ഓഫ് എ. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം, എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ആദ്യം അഡ്ജ് ഓഫ് എ കണ്ടുപിടിക്കുക, ദെൻ അതിനെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കണ്ടീഷൻ ഉണ്ട്, പ്രൊവൈഡഡ് ഡിറ്റർമിനൻറ്റ് എ മസ്റ്റ് ബി നോൺ സീറോ. അല്ലെങ്കിൽ അതായത് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഷുഡ് ബി നോൺ സിംഗുലാർ. നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ എന്താ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അടുത്തത്, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഇഫ് എക്സിസ്റ്റ് ഈസ് ആൾവേസ് യുണിക്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുണിക് ആണ്. അല്ലെങ്കിൽ ഒരു മെട്രിക്സിന് ഒരുപാട് ഇൻവേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്തില്ല, ആ മെട്രിക്സിന് ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ. അടുത്തത്, ഇഫ് ഇറ്റ് ഈസ് 2x2 മെട്രിക്സ് ഇറ്റ്സ് ഇൻവേഴ്സ് വിൽ ബി. അപ്പം നമ്മൾ ഒരു മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ വലിയ മെട്രിക്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് തന്നെ പറ്റുള്ളൂ, ഈ അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് ആ ഒരു പ്രൊസീജിയറിൽ കുറച്ച് ലോങ് പ്രൊസീജിയറാണ്. കാരണം അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൈനർ കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും വേണം ഡിറ്റർമിനൻറ്റ് വെച്ച്. പക്ഷേ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ദർ ഈസ് ആൻ ഈസിയസ്റ്റ് വേ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ്. അതിനെന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് എന്താണ്, എ ഡി മൈനസ് ബി സി അല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അഡ്ജോയിൻറ്റ് ഓഫ് എ എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും ഇത് അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ആ അഡ്ജ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി, ആദ്യമേ ഈ ഫസ്റ്റ് ഇത് കണ്ടോ, ഈ രണ്ട് എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, ഓരോ നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കണം, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഏത് 2x2 മെട്രിക്സിൻ്റെയും നിങ്ങൾക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്യുക, ബാക്കി രണ്ട് എലമെൻറ്റിനും നെഗറ്റീവ് സിമ്പിൾ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്, 1/AD മൈനസ് ബി സി ഇൻറ്റു ഇതിൻ്റെ റോയും കോളം അങ്ങോട്ട് ഫസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി രണ്ടിടത്തും ഓരോ നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഐഡൻറ്റിക്കൽ മെട്രിക്സ് ഇൻറ്റു എ മെട്രിക്സ് എ ഈക്വൽ ടു എ ഇൻറ്റു ഐ ഈക്വൽ ടു എ തന്നെ ആയിരിക്കും. ദെൻ 0 ഇൻറ്റു എ മെട്രിക്സ് ഈക്വൽ ടു എ ഇൻറ്റു 0 ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നൾ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 തന്നെ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ ഇഫ് എ ബി ഈക്വൽ ടു 0 ദെൻ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എ ഓർ ബി ഈസ് നൾ മെട്രിക്സ്. അതായത് നിങ്ങൾ എ ബി ഇപ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് 0 എന്ന് കിട്ടിയെന്ന് വെച്ചു, അതിൻ്റെ അർത്ഥം എ അല്ലെങ്കിൽ ബി 0 എന്ന് അല്ലെങ്കിൽ രണ്ടും 0 ആണെന്ന് ഒരിക്കലും അല്ല.
ഓൾസോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ബി എ ഈക്വൽ ടു 0. അപ്പോൾ എ ബി ഈക്വൽ ടു 0 ആയെന്ന് വെച്ചിട്ട് എയോ അല്ലെങ്കിൽ ബി സാധാരണ നമ്പേഴ്സിൻ്റെ കേസിൽ കണക്ക് ഇപ്പോൾ എക്സ് വൈ രണ്ട് നമ്പർ എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്പർ അല്ലെങ്കിൽ ബോത്ത് നമ്പേഴ്സ് ആർ 0 എന്ന് പറയാം. പക്ഷേ മെട്രിക്സിൻ്റെ കേസിൽ ഇറ്റ് വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ. എയും ബിയും 0 ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ എ ബി ഈക്വൽ ടു 0 ആയെന്ന് പറഞ്ഞ് ബി എ 0 ആവണമെന്നും നിർബന്ധമില്ല. നമുക്ക് പറയാൻ പറ്റില്ല ബി എ 0 ആവാൻ ചാൻസ് ഒന്നും ഇല്ല. ഉണ്ടാവാം, പക്ഷേ നമുക്ക് സർട്ടൻ ആയിട്ട് പറയാൻ പറ്റില്ല എ ബി 0 ആണെങ്കിൽ ബി എ 0 ആണെന്ന്. ഓക്കെ, നമ്പറിൻ്റെ കണക്കല്ല മെട്രിക്സിൻ്റെ കേസ്. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിക്സ് എ ആൻഡ് ബി ഈസ് എ സീറോ മെട്രിക്സ് ദെൻ എയ്തർ എ ഓർ ബി ആർ സിംഗുലാർ മെട്രിക്സ്. ഇപ്പോൾ എ ബി ചെയ്യുമ്പോൾ രണ്ടും നോൺ സീറോ മെട്രിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയെങ്കിൽ ഒരു കാര്യം പറയാം, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എന്തായിരിക്കാം ഒരു സിംഗുലാർ മെട്രിക്സ് ആണ്. സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിട്ടുള്ള മെട്രിക്സാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഫിഫ്ത്ത് നോട്ട്, ഇഫ് എ ഈസ് നോൺ സിംഗുലാർ മെട്രിക്സ് ആൻഡ് എ ബി ഈക്വൽ ടു 0 ദെൻ ബി ഈസ് നൾ മെട്രിക്സ്. അപ്പം എയും ബിയും ഒരു അല്ലെങ്കിൽ എ ഒരു നോൺ സിംഗുലാർ ആണെന്ന് വെച്ചോ. നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള കേസ്. നോൺ സിംഗുലാർ ആണെങ്കിൽ എ ബി ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് എന്താണെന്ന് പറയാം, ഒരു നൾ മെട്രിക്സ് ആണെന്ന് പറയാം. അടുത്തത്, അതിപ്പോൾ എ നോൺ സിംഗുലാർ ആണെങ്കിൽ ബി എന്തായിരിക്കും, ഒരു 0 മെട്രിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു നൾ മെട്രിക്സ് ആയിരിക്കും. ഇത് സിക്സ്ത് വൺ, എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു, നേരത്തെ പറഞ്ഞതാണ്. അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒരിക്കലും മെട്രിക്സ് സാറ്റിസ്ഫൈ ഇല്ല, പക്ഷേ ഡിറ്റർമിനൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അത് നമ്മൾ പഠിച്ചു. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എ ആയിരിക്കും, പക്ഷേ മെട്രിക്സ് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ബി എ ആയിരിക്കും. അടുത്തത് എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ എ സി ഈക്വൽ ടു എ ഡി ആണെന്ന് വെച്ചോ. രണ്ട് മെട്രിക്സ് എ സി ഈക്വൽ ടു എ ഡി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സി ഈക്വൽ ടു ഡി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈവൻ വെൻ എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പോലും സിയും ഡിയും ഒരിക്കലും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുമായിരുന്നു, പക്ഷേ മെട്രിക്സിൻ്റെ കേസിൽ അങ്ങനെ പറ്റില്ല. അടുത്തത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അതുപോലെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. സിമിലർലി എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അടുത്ത പ്രോപ്പർട്ടി, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു എന്തായിരിക്കും, ഒരു നമ്പറും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വന്നല്ലേ. അതേ പ്രോപ്പർട്ടി മെട്രിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. കെ ഇസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത കെ ഇൻറ്റു എ ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. സിമിലർലി എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ്. അതുപോലെ എ ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് എടുക്കുന്നത്, അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുന്നതും ആ മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന് ട്രാൻസ്പോസ് എടുക്കുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, if a non-singular matrix A is symmetric then A inverse is also symmetric. അതിപ്പോൾ ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എ ഇൻവേഴ്സും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയാം, ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണ് എ എങ്കിൽ അത് സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എന്ത് തന്നെയായിരിക്കും, സിമെട്രിക് തന്നെ ആയിരിക്കും. അടുത്തത്, ഇഫ് എ ഇസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ദെൻ എ ട്രാൻസ്പോസ് ആൻഡ് എ ഇൻവേഴ്സ് ആർ ഓൾസോ ഓർത്തോഗണൽ. എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും എന്തായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മറ്റൊരു രീതി പറയുന്നുണ്ട്, ഒരു മെട്രിക്സ് ഇപ്പം ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ, ഓർത്തോഗണൽ മെട്രിക്സ് വെച്ചാൽ എന്താ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസിനെ നമുക്ക് എന്താണെന്ന് പറയാം, എ ട്രാൻസ്പോസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ് എ എന്നും പറയാം, തിരിച്ചു പറയാം. ഓക്കെ, അതുപോലെ ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ then determinant of adj equal to determinant of a the whole raised to n minus 1. അതുപോലെ adj of adj, ഇത് ഒരുപാട് പി എസ് സി എക്സാംസിനൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നിട്ട്. ഓക്കെ, അടുത്ത adj of adj equal to determinant of adj of adj equal to determinant a raised to n minus 1 the whole square where n is the order of that particular matrix. അടുത്തത് adj of adj ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു മെട്രിക്സ് എ.
അടുത്തത് നമുക്ക് ഇപ്പം നമ്മൾ ഇൻവേഴ്സും ഡിറ്റർമിനൻറ്റും എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു. അത് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് അഡ്ജ് ബൈ ഡിറ്റർമിനൻറ്റ് വെച്ച് കണ്ടുപിടിക്കാം. അതുപോലെ ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പ്രീവിയസ് കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. First question, the inverse of the matrix A equal to -3, 5, 2, 1 is. നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒരു 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ ആദ്യൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റ് എത്രയാണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ -3 - 10 which is equal to -30. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 1 ദിസ് ഡിറ്റർമിനൻറ്റ് അല്ലേ, 1 -13. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ 1 ഇവിടെ -3 വന്നു. അതുപോലെ ഇവിടെ എന്തിട്ട് കൊടുക്കുക? യു ഷുഡ് പുട്ട് നെഗറ്റീവ് സൈൻ. ഇവിടെ -5 -2 വന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ എല്ലാം ഫ്രാക്ഷണൽ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറ്റിയിട്ട് നോക്കാം. അപ്പോൾ -1/13, 5/13, 2/13 ആൻഡ് 3/13. ഓക്കെ, നോക്കാം, ഓപ്ഷൻ ചെക്ക് ചെയ്യാം. -1/13, 5/13, 2/13, 3/13. So our answer is option C. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കോ, അതൊരു പ്രീവിയസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ് എ ബി ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഇൻവേഴ്സ് ഓഫ് 7a ഈസ് -1, 2, 4, -7. ദ മെട്രിക്സ് എ ഈസ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 7a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? 7a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് -1, 2, 4, -7. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ മെട്രിക്സ് എ. എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പോൾ 7a ഹോൾ ഇൻവേഴ്സ് തന്നിരിക്കും. ഞാൻ ഒരു ഇൻവേഴ്സും കൂടെ അങ്ങോട്ട് കൊടുക്കുക. ഒരു ഇൻവേഴ്സും കൂടെ കൊടുത്താൽ എന്ത് കിട്ടും നമുക്കിവിടെ? 7a എന്ന് കിട്ടത്തില്ലേ? അതായത് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? എ അല്ലേ? സോ 7a ദ ഹോൾ ഇൻവേഴ്സ്, 7a ദ ഹോൾ ഇൻവേഴ്സ് വരുമ്പോൾ എന്ത് വരും? 7a എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഇവിടെ അതുപോലെ അതേ ഇൻവേഴ്സ് ഇപ്പുറത്തെടുക്കണം അല്ലേ? അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? എന്ത് ചെയ്യുക? 1 ഡിറ്റർമിനൻറ്റ്, പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റോ എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. ദെൻ പുട്ട് നെഗറ്റീവ് സൈൻ ടു ദാറ്റ് അതർ 2 elements. ഓക്കെ, അപ്പോൾ നോക്കിയേ, 1 ഡിറ്റർമിനൻറ്റ് എന്താ? 7 -8 വിച്ച് ഈസ് ഈക്വൽ ടു -1. ദെൻ നമ്മുടെ മെട്രിക്സ് എടുക്കുന്നു. ഞാൻ ഈ 2 എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ -7 വന്നു, ഇവിടെ -1 വന്നു. ദെൻ യു ഷുഡ് പുട്ട് നെഗറ്റീവ് സൈൻ ടു ദീസ് 2 elements. അപ്പോൾ ഇവിടെ -2, ഇവിടെ -4 എന്നും വന്നു. ഇത് നോക്കിയേ, ഇവിടുന്ന് ഈ നെഗറ്റീവ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7, 2, 4, 1. 7, 2, 4, 1. ഓക്കെ, -1, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഈ 7a അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a ഈക്വൽ ടു എന്ത് വരും? 1, 2/7, 4/7, 1/7. 1, 2/7, 4/7, 1/7 അല്ലേ? എല്ലാ എലമെൻറ്റ്സും ഈക്വൽ അല്ലേ? അതായത് ഇവിടെ 7a ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ a ഈക്വൽ ടു എന്താണ്? 1/7 ഓഫ് ദിസ് വരും അല്ലേ? 1/7 ഓഫ് ദിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് a കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനകത്ത് ഈ എലമെൻറ്റ്സ് എല്ലാം വന്നു. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഡിറ്റർമിനൻറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, വാട്ട് ഈസ് ഇൻവേഴ്സ് ആൻഡ് ഹൗ ടു ഫൈൻഡ് ദാറ്റ് ഇൻവേഴ്സ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഇത്രയും കാര്യം നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ് വൺസ്.